ചേലക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിൽ പ്രവർത്തകർക്കെതിരെ നടപടിയുമായി ഭാരതീയ ദളിത് കോൺഗ്രസ്. മുൻ സംസ്ഥാന പ്രസിഡന്റ് AK ശശി ഉൾപ്പെടെ 4 പേരെ പുറത്താക്കി. രമ്യ ഹരിദാസിനെതിരെ നടത്തിയ പ്രസ്താവനകൾ ഗുരുതര അച്ചടക്ക ലംഘനമെന്ന് കാണിച്ചാണ് നടപടി. AV ജയശങ്കർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, വിവരങ്ങൾ. അതായത് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിലാണ് ദളിത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് PK ശശി, ദളിത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ ES ബൈജു ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നിലവിൽ ഇതിന്റെ സംസ്ഥാന സമിതി നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇവർ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ഈ പരാജയ കാരണം KPCC-യും AICC-യും DCC-യും UDF-ഉം ഒക്കെയാണെന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ പാർട്ടിക്കെതിരെയും സ്ഥാനാർത്ഥിക്കെതിരെയും ഇവർ അപകീർത്തി പരത്തുന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പ്രസ്താവനകൾ നൽകിയത് ഗുരുതര അച്ചടക്ക ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിലവിൽ ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ സംസ്ഥാന സമിതി, ദളിത് കോൺഗ്രസിന്റെ സംസ്ഥാന സമിതി തീരുമാനമെടുത്തിരിക്കുന്നത്. ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള കത്ത് ഈ നേതാക്കൾക്ക് നിലവിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും ചേലക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭാരതീയ ദളിത് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഘടനാ തലത്തിൽ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പുറത്താക്കപ്പെട്ട നേതാക്കളുടെ തുടർ നടപടികൾ എന്തായിരിക്കും, തുടർ നീക്കങ്ങൾ എന്തായിരിക്കും എന്നത് നിർണായകമാണ്. കാരണം ഇവർ കോൺഗ്രസ് വിടാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. മറ്റ് ഓപ്ഷനുകളിലേക്ക്, മറ്റ് പാർട്ടികളിലേക്ക് ഇവർ മാറാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട ചേലക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിലാണ് പ്രവർത്തകർക്കെതിരെ ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ നടപടി ഉണ്ടാവുന്നത്. AV ജയശങ്കർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.